എൻ്റെ ഒരു ദിവസം രാവിലെ തുടങ്ങുന്നത് ഏതാണ്ട് 10 മണിക്കാണ്. ആദ്യം തന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ചെറിയൊരു പ്രാർത്ഥന, അത് മസ്റ്റാണ്. ചിലപ്പോൾ കുളിക്കാണ്ട് ഞാനത് ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ കസിൻസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പറഞ്ഞ് എപ്പോഴും കളിയാക്കും. ഈ അടുത്ത സമയം വരെ നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പതുക്കെ കുറച്ച് ഹെൽത്തി പിടിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഈ അടുത്തിടയ്ക്ക് വാങ്ങിയ അത്യാവശ്യം ബോയിലൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. നമുക്കിതിലിട്ടിട്ട് അത്യാവശ്യം പഴങ്ങളും മുട്ടയൊക്കെ ബോയിൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് മുട്ട ഏത് വേവിലും നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുമേ. ഒരുപാട് വേവുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം കൊടുത്താൽ മതി. കൂടുതൽ വേവണമെങ്കിൽ അതനുസരിച്ച് ആ മെഷർമെൻറ്റ് കപ്പിൽ വെള്ളം അതനുസരിച്ച് ഒഴിച്ചാൽ മതി. ഈ മുട്ട ബ്രേക്ക്ഫാസ്റ്റ് ആദ്യമൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ചെറുതായിട്ട് മടുത്തു തുടങ്ങി. ഇത് ചെറുതാണെന്ന് തോന്നുകയാണെങ്കിലും അത്യാവശ്യം ഭയങ്കര ഹെവി കേട്ടോ. ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേ നേരത്തേക്ക് വയറ് ഭയങ്കര ഫില്ലിങ്. ഓണം വരെ എന്തായാലും ഇങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ചു. ഓണത്തിന് നാട്ടിൽ പോകുമ്പോൾ എന്തായാലും ഈ ഡയറ്റ് പരിപാടീസ് ഒന്നും നടക്കത്തില്ല. ലാസ്റ്റിൽ എനിക്ക് മടുത്തിട്ട് വെള്ളം കുടിച്ചാണ് ഞാനിത് കഴിക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് വെള്ളം കുടിക്കാൻ വേണ്ടി അടുത്ത് ചെയ്യുന്നൊരു പരിപാടിയാണ് ഇത്. രാവിലെ തന്നെ കുപ്പിയിൽ വെള്ളം ഇങ്ങനെ ട്രാക്ക് ചെയ്ത് വെക്കുക. ഇതാവുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കുടിച്ച ആ വെള്ളത്തിൻ്റെ ഒരു അളവ് നമുക്കറിയാമല്ലോ. 4 ലിറ്ററൊക്കെ മാക്സിമം കുടിക്കാൻ ശ്രമിക്കാറൊക്കെ ഉണ്ട്. മാക്സിമം കഴിച്ച പാത്രങ്ങളൊക്കെ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെക്കാമെങ്കിൽ ഈ കിച്ചൺ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങ് കിടന്നോളൂ. പക്ഷേ എപ്പോഴും അത് പറ്റാറില്ല. പക്ഷേ പറ്റുമ്പോഴൊക്കെ മാക്സിമം ട്രൈ ചെയ്യണം. ഇനി നേരെ വർക്കിംഗ് ടൈമാണ്. അതിനു മുമ്പ് എൻ്റെ കയ്യിൽ ചെറിയൊരു ബുക്കുണ്ട്. ഇതിൽ ഇന്ന് എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ ഇന്നലെ എഴുതി വെക്കും. മീൻസ് തലേന്ന് എഴുതി വെക്കും. എന്നിട്ട് രാവിലെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അത് രാവിലെ തന്നെ ആഡ് ചെയ്ത് വെക്കും. ഈ ശീലം നല്ലൊരു പരിപാടിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ കുറച്ചുകൂടി നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ആ ഒരു ദിവസത്തെ കൊണ്ടുപോകാൻ പറ്റും. ഇനി മെയിലൊക്കെ ചെക്ക് ചെയ്തിട്ട് പതുക്കെ പണി തുടങ്ങാമേ. ആ കൂട്ടത്തിൽ പെട്ടെന്ന് രാവിലെ ന്യൂസൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അതൊരു നല്ലൊരു പരിപാടിയാണ്. കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കും കാര്യങ്ങളെപ്പറ്റി. ഇനി ഞാൻ നിങ്ങളെ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം. എൻ്റെ അമ്മയൊക്കെ സാധാരണ കാറിൽ കയറുമ്പോൾ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഓൺലൈനിൽ ഞാനൊരു പ്രൊഡക്റ്റ് കണ്ടാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങുകയാണ്, അറിയില്ല. ഈ സ്റ്റിക്കറില്ലേ, ഇത് നമ്മുടെ ചെവിയുടെ ബാക്കിൽ ഒട്ടിച്ചാൽ മതി. എന്തായാലും ഞാനിത് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാമേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.